ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ എക്സ്കോൺ 2023 അതായത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ എക്സിബിഷനാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ നമ്മൾ കാണുന്നത് കേസിൻ്റെ സ്റ്റോളാണ്. കേസ് എന്ന് പറഞ്ഞുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആണെങ്കിലും വളരെ സക്സസ്ഫുള്ളി റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മെഷീൻസ് ഉള്ള ടീമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സ്റ്റോളിൽ ദ ന്യൂ കേസ് എന്നുള്ള ബാഡ്ജിലാണ് ഇപ്പോൾ കേസിൽ ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോൾ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മെഷീനറീസ്, ഈ കാണുന്ന ഇലക്ട്രിക് മിനി എക്സ്കവേറ്റർ പോലെയുള്ള പുതിയ 3-4 പ്രൊഡക്ട്സും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. കേസ് എന്ന് പറഞ്ഞുള്ള കമ്പനി നമ്മുടെ വേൾഡ് വൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, അതായത് തുടക്കം എന്ന് പറയുന്നത് 1842 അന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് 1989 ഇന്ത്യയിൽ വരുന്നതെങ്കിലും 2011 കൂടി ജോയിൻറ്റ് വെഞ്ചറിലാണ് ഒന്ന് സക്സസ്ഫുള്ളി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോളിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് വെഹിക്കിൾസ് ഡിസ്പ്ലേയിലുണ്ടല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ കാണുന്നതൊക്കെ BS5 ലോഞ്ച് ചെയ്തിട്ടുള്ള മെഷീൻസ് ആണ് കൂടുതലും കാണുന്നത് കേട്ടോ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ് സ്റ്റീർ ലോഡർ ഉണ്ട്, പിന്നെ ബാക്ക് ഹോ ലോഡേഴ്സ് BS5 ഉള്ളതുണ്ട്. അങ്ങനെ പല മോഡൽസ് ഉണ്ട്. ഇപ്പോൾ കോമ്പാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല മോഡൽസ് ഉണ്ട്. സോ നമുക്ക് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ കേസിൽ ഇത്തവണ, അതായത് ഇത് ന്യൂ കേസിൽ വന്നിട്ടുള്ള 5 പ്രൊഡക്ട്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം ആ വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് SR175B എന്ന് പറഞ്ഞിട്ടുള്ള സ്കിഡ് സ്റ്റീർ ലോഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അഗ്രികൾച്ചർ വർക്ക്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് രംഗത്ത്, കൺസ്ട്രക്ഷൻ, മൈനിങ്, ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പർപ്പസിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് BS4 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 2842 കിലോകളാണ് വരുന്നത്. അതേപോലെ റേറ്റഡ് ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 790 kg ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത് 2.2 ലിറ്ററിൻ്റെ ഒരു എൻജിനാണ്. 60 HP കരുത്തോട് കൂടിയിട്ടുള്ള പവർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് 171 Nm ആണ് ഇതിൻ്റെ ഒരു പീക്ക് ടോർക്ക് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രാവൽ സ്പീഡ് നോക്കുമ്പോഴത്തേക്കും 18 km/h ആ ഒരു സ്പീഡാണ് കിട്ടുന്നത്. അതേപോലെ ഇതിൽ വന്നിട്ടുള്ള ഹൈഡ്രോളിക്സ് നോക്കുവാണെങ്കിൽ പീക്ക് പ്രഷർ കിട്ടുന്നത് 210 bar ആണ് ഇതിൻ്റെ ഒരു ഹൈഡ്രോളിക് പ്രഷർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും 72 LPM ആണ് സ്റ്റാൻഡേർഡ് ഫ്ലോ കിട്ടുക കേട്ടോ. അതേപോലെ ഈ ഒരു മെഷീൻ്റെ മാക്സിമം ഗ്രൗണ്ട് റീച്ച് എന്ന് പറയുന്നത് 721 mm ആണ് കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഓവർ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അവതരിപ്പിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു മെഷീനാണ്. അതായത് ഇലക്ട്രിക് മിനി എക്സ്കവേറ്റർ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ലോഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് CX15 EV എന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1420 കിലോളാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ പവർ നോക്കുമ്പോഴത്തേക്കും 21.4 HP പവറോട് കൂടിയാണ് വരുന്നത്. ബാറ്ററി ഗ്രോസ് കപ്പാസിറ്റി വരുമ്പോഴത്തേക്കും 21.5 kWh ഒരു ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബക്കറ്റ് റേഞ്ച് നോക്കുമ്പോഴത്തേക്കും അത് 0.15 to 0.04 ക്യൂബിക് മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ബക്കറ്റിൻ്റെ കപ്പാസിറ്റി വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും 28 LPM ആണ് ഹൈഡ്രോളിക് ഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്കും പൈപ്പിംഗ്, ഫൗണ്ടേഷൻ വർക്ക്, അഗ്രികൾച്ചർ പർപ്പസ്, അങ്ങനെ വേണ്ടിയുള്ള വർക്ക്സിലേക്കൊക്കെയാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. അതേപോലെ ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പം കൂടുതലും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എല്ലാവരും നോക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിലേക്ക് വളരെ സൈലൻ്റ് ആയിട്ട് ഫുള്ളി ഗ്രീൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എന്തായാലും ഈ ഒരു ഇലക്ട്രിക് മിനി എക്സ്കവേറ്റർ വന്നിട്ടുള്ളത്. ബയോ ഹൈഡ്രോളിക് ഓയിലൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഫോർ സൈലൻ്റ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 3 മോഡ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. പവർ, സ്റ്റാൻഡേർഡ്, എക്കോ തുടങ്ങിയിട്ടുള്ള 3 മോഡ്സ് ഉണ്ട്. ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 വേയിൽ ചാർജിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് തേർഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മിനി എക്സ്കവേറ്റർ ആണ്. കുറച്ചൊരു കോമ്പാക്ട് എക്സ്കവേറ്റർ എന്ന് വേണം പറയാം. കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പർപ്പസുകൾ അറിയാമല്ലോ. ഇപ്പം അഗ്രികൾച്ചർ പർപ്പസ്, അതുപോലെ തന്നെ പൈപ്പിംഗ് പർപ്പസിലേക്ക് വരുന്നുണ്ട്, ഫൗണ്ടേഷൻ വർക്ക്സ്, ഡ്രെയിനിങ് വർക്ക്സ്, ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വർക്ക്സിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണല്ലോ ഈ ഒരു മിനി എക്സ്കവേറ്റർ. അപ്പോൾ ഇതിൻ്റെ പേര് CX350D എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നത്
3260 കിലോളാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുബോട്ടയുടെ എഞ്ചിനാണ്. 24.7 HP പവറോട് കൂടി കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കുബോട്ടയുടെ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആം ഓപ്ഷൻസ് വരുന്നത് 1.2 മീറ്ററിൻ്റെയും 1.4 മീറ്ററിൻ്റെയും രണ്ട് ഓപ്ഷൻസിൽ ആമിൻ്റെ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബക്കറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 0.015 to 0.06 ക്യൂബിക് മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ബക്കറ്റ് റേഞ്ച് വരുന്നത്. ഹൈഡ്രോളിക് ഫ്ലോ നോക്കുമ്പോഴത്തേക്കും 115 LPM ആണ് ഇതിൻ്റെ ഒരു ഹൈഡ്രോളിക് ഫ്ലോ കാര്യങ്ങളൊക്കെ വരിക. അതേപോലെ കേസിനെ സംബന്ധിച്ച് ഒരു പറയുന്നത് ഏറ്റവും സേഫസ്റ്റ് ക്യാബിൻ പ്രൊവൈഡ് ചെയ്യുന്ന വെഹിക്കിൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കി ഇതിൻ്റെ ക്യാബിൻ സൈഡ് ഒക്കെ ആണെങ്കിലും സേഫ്റ്റി സൈഡ് ഇവിടെ ഒരു ബാറൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു യൂസർക്ക് വളരെ സേഫ് സൈഡ് നോക്കി ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ബോഡി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു CX 350Dയിൽ വന്നിട്ടുള്ള കുബോട്ടയുടെ എഞ്ചിനാന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു ഹയർ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു എഞ്ചിനാണ്. അതേപോലെ തന്നെ ക്ലാസ് ലീഡിങ് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ട്. അങ്ങനെ കൊണ്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മെഷീനിൽ നിന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ആമിൻ്റെ കാര്യം, 2 ഡിഫറെൻറ്റ് സൈസ് ഓഫ് ആംസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. 1.2 മീറ്ററും 1.4 മീറ്ററും. അപ്പോൾ 2 പർപ്പസിലേക്ക് ഡിഫറെൻറ്റ് ജോബ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആംസ് ആണ് ഇതിലുള്ളത്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോഡ് സെൻസിങ് ഹൈഡ്രോളിക് സിസ്റ്റം ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ടൈലർ മെയ്ഡ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും കംഫർട്ട്, സേഫ്റ്റി, പ്രൊഡക്ടിവിറ്റി അങ്ങനെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ് ഈ ഒരു CX 350D. അടുത്തത് 770 NX Plus എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കൽ ഓർഡറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അൺവീൽ ചെയ്തിട്ടുള്ളത് തന്നെ BS5ലാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വിപണിയിലേക്ക് വരാൻ പോകുന്നൊരു മോഡലാണ് ഈ ഒരു ബാക്കൽ ഓർഡർ. ഹൈ പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു മോഡലിനെ, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടാണ് ഈ ഒരു മോഡലിനെ കേസ് അവതരിപ്പിച്ചിട്ടുള്ളത്. എഞ്ചിൻ്റെ ഭാഗം നോക്കുമ്പോഴത്തേക്ക് 2.8 ലിറ്റർ ഉള്ളൊരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 74 HP കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 7810 കിലോകളാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നത് കേട്ടോ. ഹൈഫിൽ സ്റ്റാൻഡേർഡ് ബക്കറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് 1.1 ക്യൂബിക് മീറ്ററിൻ്റെയും അതേപോലെ തന്നെ 0.30 ക്യൂബിക് മീറ്റേഴ്സിൻ്റെയും ബക്കറ്റൊക്കെ, അതായത് ഹൈ സ്റ്റാൻഡേർഡ് ബക്കറ്റ്സ് ആണ് ഈ ഒരു മെഷീനിൽ വന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു മെഷീൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ലോവർ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. അതായത് എഞ്ചിൻ ഓയിൽ നോക്കുകയാണെങ്കിൽ 8.5 ലിറ്റേഴ്സ് ആണ് 500 മണിക്കൂറിലേക്ക് യൂസ് ആവുന്നത്. അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഓയിൽ നോക്കുകയാണെങ്കിൽ 48 ലിറ്റർ ആണ് 4000 മണിക്കൂറിലേക്ക് ആവുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് റോട്ടറി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ് കേട്ടോ. ഇത് കൂടാതെ ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസൈഡിലാണെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 6-way അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, 90 ഡിഗ്രി റൊട്ടേറ്റിംഗ് സീറ്റ്സ് തുടങ്ങിയിട്ടുള്ള ആംറസ്റ്റ്, പിന്നെ ബെറ്റർ വിസിബിലിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തായാലും ഈ ഒരു മെഷീനിൽ ആഡ് ഓൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ക്യാബിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് അല്ലേ. എല്ലാ സൈഡിൽ നോക്കിയാലും ബെറ്റർ വിസിബിലിറ്റി ആണ്, നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ 6-way അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള സീറ്റ്സ് ആണ്, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സീറ്റ്സ് ആണ്. ഇപ്പം സൈഡിൽ ഈ ഒരു സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഈ ഒരു BS5 മോഡൽ ബാക്കൽ ഓർഡർ 770 NX Plus നമ്മുടെ വിപണിയിലേക്ക് ഉണ്ടാവും. അടുത്തത് കേസിൻ്റെ 5ാമത്തെ പ്രൊഡക്റ്റ്, അതായത് അൺവീൽ ചെയ്തിട്ടുള്ള BS5 ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള 5ാമത്തെ പ്രൊഡക്റ്റ് ആണ് സോയിൽ കോമ്പാക്ടേഴ്സ്. ഇതിൻ്റെ പേര് 1107 NX PD എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 11200 to 12000 കിലോളാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ മോഡൽസ് പല കൺസ്ട്രക്ഷൻ, ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷനിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് കേസിനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഈ ഒരു സോയിൽ കോമ്പാക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഹെവി പർപ്പസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം, റോഡ് കൺസ്ട്രക്ഷനൊക്കെ ആ ഒരു പർപ്പസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 100 HP പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. പീക്ക് ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 450 Nm ആണ് പീക്ക് ടോർക്ക് കിട്ടുക കേട്ടോ. ഇത് കൂടാതെ ഇതിൽ വന്നിട്ടുള്ള ഫ്രണ്ട് ഡ്രം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് 2150 mm ആണ് ഫ്രണ്ട് ഡ്രം വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 2150 mm ആണ് ഇതിനൊരു വിഡ്ത്ത് വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരുപാട് പേര് ഇപ്പോൾ നോക്കി അറിയാം, ഒത്തിരി പേര് വന്ന് കേസിൻ്റെ ഈ ഒരു സ്റ്റാളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നോക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത് BS5 വന്നപ്പോഴത്തേക്കും ഓട്ടോ ഐഡിൽ ഫ്യൂൽ സേവിങ് സിസ്റ്റം പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കാം അല്ലേ.
ഇപ്പോൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് 2 സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഭയങ്കര വിസിബിലിറ്റി ആണ് കേട്ടോ, ഫുൾ 360 ഡിഗ്രിയിൽ ഭയങ്കര വിസിബിൾ ആണ്. അതേപോലെ തന്നെ 6 വേയിൽ അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ്, ഹാൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്, 90 ഡിഗ്രി റൊട്ടേറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സോയിൽ കോമ്പാക്ടറിന് കേസ് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മെയിൻ്റനൻസ്, ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കുറേ പോസിറ്റീവ് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് വളരെ ക്വിക്കായിട്ടുള്ള ഈ ഒരു ഇത്തവണ കേസ് എക്സോൺ ലോഞ്ച് ചെയ്തിട്ടുള്ള 5 പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ. അപ്പോൾ കേസിൽ ഡിസ്പ്ലേയിലുള്ള ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം മെയിനായിട്ടുള്ള ലോഞ്ച് ചെയ്ത, അതായത് അൺവീൽ ചെയ്തിട്ടുള്ള 5 പ്രൊഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനി ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.